ദൈവതിരുനാമത്തിന് നിത്യമഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ആരാധനാ വർഷത്തിലെ 4-ാമത്തെ കാലമാണ് കെംദാ കാലം അഥവാ ഉയർപ്പിൻ്റെ കാലഘട്ടം. നമ്മുടെ ക്രിസ്തീയ വിശ്വാസം അധിഷ്ഠിതമായിരിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിലാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. അവിടുത്തെ ഉയർപ്പിലാണ് നമ്മുടെ വിശ്വാസം അധിഷ്ഠിതമായിരിക്കുന്നത്. എല്ലാ ആഘോഷങ്ങളും ആണ്ടുവട്ടത്തെ തിരുനാളുകളും കേന്ദ്രീകൃതമായിരിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് മുതൽ പെന്തക്കോസ്തി വരെയുള്ളതായ 50 ദിവസങ്ങൾ, 7 ആഴ്ചകൾ ചേർന്നതാണ് ഉയർപ്പ് കാലം അഥവാ കെംദാ കാലം. ഈ കാലഘട്ടത്തിൽ അതിനെ രണ്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് തിരിക്കാം. ആദ്യത്തെ 40 ദിവസങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ളതായ 40 ദിവസങ്ങൾ കർത്താവ് ശിഷ്യന്മാരോടൊപ്പമായി ഇതിനെക്കുറിച്ച് വിശുദ്ധ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 40-ാം ദിവസം അവിടുന്ന് സ്വർഗത്തിലേക്ക് കരേറ്റപ്പെട്ടു. ഈ സ്വർഗത്തിലേക്ക് കയറിയ സ്വർഗാരോഹണ പെരുന്നാൾ സൂലോക്കോ, അതുവരെയുള്ളതായ 40 ദിനങ്ങൾ, സൂലോക്കോ പെരുന്നാൾ, സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷമുള്ളതായ 10 ദിവസങ്ങൾ അത് കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ്. അവിടുന്ന് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായി പരിശുദ്ധമ്മയും അപ്പോസ്തലന്മാരും കാത്തിരുന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പെന്തക്കോസ്തി പെരുന്നാൾ വരെയുള്ളതായ 10 ദിവസങ്ങൾ. സഭ ഏറെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ 10 ദിവസങ്ങളെ കാണുക. ആ കാലഘട്ടം വിലക്കപ്പെട്ട കാലമാണ് ആഘോഷങ്ങൾക്ക്. നമ്മൾ വിവാഹം പോലുള്ളതായ ചടങ്ങുകൾ ഈ കാലഘട്ടത്തിൽ അതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. കാരണം എല്ലാ ആഘോഷങ്ങളിൽ നിന്നും മാറി പരിശുദ്ധാത്മാവാകുന്ന സഹായകനെ, ആശ്വാസദായകനെ സ്വീകരിച്ച് ബലം പ്രാപിച്ച് പുതിയ അഭിഷേകത്തോടുകൂടി യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിനെന്ന അവിടുത്തെ ആഹ്വാനം സ്വീകരിച്ച് സാക്ഷികളാകാനുള്ള ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണ് ഈ 10 ദിവസങ്ങൾ. അതിൻ്റെ പൂർണ്ണതയിലാണ് പെന്തക്കോസ്തി പെരുന്നാൾ നാം ആചരിക്കുന്നത്. അപ്പോൾ പെന്തക്കോസ്തി പെരുന്നാൾ വരെയുള്ളതായ, ഉയർപ്പ് മുതൽ പെന്തക്കോസ്തി വരെയുള്ളതായ 50 ദിവസങ്ങളാണ് ഉയർപ്പ് കാലം അഥവാ കെംദാ കാലം എന്നറിയപ്പെടുന്നത്. അതിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങൾ, അവിടുത്തെ സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷമുള്ളതായ 10 ദിവസങ്ങളാണ് കാത്തിരിപ്പിൻ്റെ ദിവസങ്ങൾ. ഏറെ പ്രാധാന്യത്തോടെ സഭ കാണുന്നു. ഇനിയും ഉയർപ്പ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ആഴ്ച ഹേവോറെ ഞായർ അല്ലെങ്കിൽ ഹേവോറെ ആഴ്ച എന്ന് അറിയപ്പെടുന്നുണ്ട്. അതായത് എല്ലാവരും ഉയർപ്പിൻ്റെ വലിയ സന്തോഷം. അവിടെ പുരാതന സഭയിൽ ഈ ഒരാഴ്ചക്കാലത്ത് മാമോദീസ സ്വീകരിക്കുകയും, കാരണം നോമ്പ് നോറ്റ് ഒരുങ്ങി പ്രാർത്ഥിച്ച് മാമോദീസ സ്വീകരിച്ച് ഒരുങ്ങുന്ന കാലഘട്ടം. അവർ പിന്നെ ഒരാഴ്ചക്കാലം വെള്ള വസ്ത്രം ധരിക്കുന്ന, അതുകൊണ്ട് വെള്ള സന്തോഷത്തിൻ്റെ അടയാളമായിട്ട് വെള്ള വസ്ത്രം ധരിക്കുന്ന ആഴ്ച എന്നുള്ള നിലയിലാണ് ഇതിനെ ഹേവോറെ ആഴ്ച എന്ന് വിളിക്കുന്നതും അറിയപ്പെടുന്നതും. ഈ 50 ദിവസങ്ങൾ ചേർന്ന ഈ ഒരു കാലഘട്ടത്തെ, ഉയർപ്പിന് ശേഷം പെന്തക്കോസ്തി വരെയുള്ളതായ കാലത്തെയാണ് കെംദാ കാലം, ഉയർപ്പ് കാലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.